ശേഷം ഷെയ്ഖ് പറയാണ് വൽ വാജിബു ഫി ഹഖ്ഖിൽ ജമീഇ, എല്ലാവർക്കും നിർബന്ധമായിട്ടുള്ള എന്താണ്? ഒറ്റ തുണി കൊണ്ട് തന്നെ മയ്യത്തിനെ പൂർണ്ണമായിട്ടും മറക്കാൻ കഴിയുമെങ്കിൽ ഒരു തുണി തന്നെ മതി നിർബന്ധമായ ബാധ്യത വീടാൻ. ഒരാൾ മരിച്ചു, ആണാകട്ടെ പെണ്ണാകട്ടെ, അവരുടെ ശരീരം പൂർണ്ണമായിട്ട് മറക്കാൻ ആവശ്യമായ ഒരു കഷ്ണം തുണിയുണ്ട്. ആ ഒരു തുണി കൊണ്ട് കഫൻ ചെയ്താൽ ശരീരം എന്തെങ്കിലും ശരിക്ക് മറയുമെങ്കിൽ നിർബന്ധമായ ബാധ്യത വീടിയിട്ടുണ്ട്. എന്നാൽ ഏറ്റവും നല്ലത് എന്താണ്? പുരുഷനാണെങ്കിൽ 3 കഷ്ണം തുണിയും സ്ത്രീ ആണെങ്കിൽ 5 കഷ്ണം തുണിയും എന്നതാണ്. ഇവിടെ ഒരു കഷ്ണം തുണി കൊണ്ട് തന്നെ നിർബന്ധമായ ബാധ്യത വീടുമെന്ന് പറയാനുള്ള തെളിവ് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവമാണ്. ഉഹദ് യുദ്ധത്തിൽ മുസ്അബ് റളിയല്ലാഹു അൻഹു ഷഹീദായി. അങ്ങനെ സ്വഹാബിമാരെന്ത് ചെയ്യാണ്? മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ കഫൻ ചെയ്യുകയാണ്. കഫൻ ചെയ്യുന്ന സമയത്ത് തല മറക്കുമ്പോൾ കാല് പുറത്താൻ, കാല് മറക്കുമ്പോൾ തല പുറത്താൻ. അവസാനം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്, അവിടെ കാണുന്ന ഇദ്ഹർ എന്ന് പറയുന്ന പുല്ല്, ആ പുല്ലുകൊണ്ട് എന്ത് ചെയ്യുക? നിങ്ങൾ കാല് മറച്ചോളി, ഉള്ള തുണി കൊണ്ട് നിങ്ങൾ തല മുതൽ മറച്ചു വരിക, പിന്നെ കാല് പുറത്ത് കാണുന്നത് ഇദ്ഹർ എന്ന പുല്ലുകൊണ്ട് നിങ്ങൾ മറക്കുകയും ചെയ്യുക എന്നാണ്. അപ്പൊ ഈ സംഭവമാണ് എന്തിന് തെളിവ്? ഒറ്റ തുണി കൊണ്ട് ശരീരം മുഴുവൻ മറയുമെങ്കിൽ അത് മതിയാകുന്നുള്ളതിന്. മുസ്അബ് റളിയല്ലാഹു അൻഹു തുണി തികയാത്തതുകൊണ്ടാണ് എന്ത് ചെയ്തത്? പിന്നെ ബാക്കി ഭാഗം പുല്ലുകൊണ്ട് അവർ മറക്കുന്നത്. അവിടെ നമ്മൾ ചോദിക്കേണ്ട വേറെ ചോദ്യം കൂടി ഉണ്ട്. ആരായിരുന്നു മുസ്അബ് ഇബ്നു ഉമൈർ എന്നുള്ളതാണ്. മക്കയുടെ സൗരഭ്യമായിരുന്നു മുസ്അബ് ഇബ്നു ഉമൈർ. സമ്പന്നതയുടെ മടിത്തട്ടിലാണ് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ജനിച്ചു വീണത്. ഉമ്മയുടെയും ഉപ്പയുടെയൊക്കെ സ്നേഹം അങ്ങേയറ്റം അനുഭവിച്ചൊരു ചെറുപ്പക്കാരൻ. വില കൂടിയ അത്തറ് പുരട്ടുന്നാൻ, വില കൂടിയ അത്തറ് പുരട്ടിയിട്ട് മക്കയിലൂടെ ഇങ്ങനെ നടക്കും. വിലയേറിയ ഉടയാടകൾ ധരിച്ചു മുസ്അബ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ രഹസ്യ പ്രബോധനം നടത്തുന്ന കാലാണ്. അങ്ങനെ നബിയും കൂട്ടരും ദാറുൽ അർക്കമിൽ ഒരുമിച്ചിരിക്കുന്നുണ്ടെന്നും പുതിയ ദീനിനെ പറ്റി സംസാരിക്കുന്നുണ്ടെന്നുള്ള വിവരം മുസ്അബ് ഇബ്നു ഉമൈർ അറിഞ്ഞു. നേരെ ദാറുൽ അർക്കമിലേക്ക് പോയി, ആരും അറിയാതെ വളരെ രഹസ്യമായിട്ട് നബിയെ കണ്ടു, സംസാരിച്ചു. ഖുർആന്റെ ആയത്തുകൾ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹുവിന്റെ ഹൃദയത്തെ കീഴടക്കി. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. വളരെ സ്വകാര്യമായിട്ടാണ് ഇസ്ലാം സ്വീകരിച്ചത്. ആ ഇസ്ലാം സ്വീകരണം മറച്ചു വെച്ചു, ആരും അറിയാതിരിക്കാൻ. കാരണം കുടുംബക്കാരും ഉമ്മക്ക് അറിഞ്ഞാൽ പ്രശ്നമാണ്. പക്ഷെ മക്കക്കാരുടെ കണ്ണുകൾ നബിന്റെയും സ്വഹാബിമാരുടെയും പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു നിസ്കരിക്കുന്നതാണ് ഉസ്മാൻ ഇബ്നു ത്വൽഹ കാണുന്നത്. ആ വിവരം നേരെ ഉമ്മാനോടും കുടുംബക്കാരോടും പറഞ്ഞു. വീട്ടിലടച്ചു, പുറത്തു വിട്ടില്ല. മുസ്ലിങ്ങൾ ഹബശയിലേക്ക് 1ാമത്തെ ഹിജറ പോകുന്നത് വരെ വീട്ടുതടങ്കലിലാണ്, ആ വീട്ടിലെ തടവറയിലാണ് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു കഴിഞ്ഞത്. പിന്നെ ഹിജറ പോയ സമയത്ത് ഒരുവിധം രക്ഷപ്പെട്ട് ഹബശയിലേക്ക് പോയി. അല്ലെ, മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ച ദൂതനാണ് മുസ്അബ് ഇബ്നു ഉമൈർ. മുസ്അബിന്റെ ചരിത്രം മദീനയുടെ കൂടി ചരിത്രമാണ്. ബദറും ഉഹദും ഒക്കെ മുസ്അബിന്റെ കൂടി ജീവിതമാണ്. മുസ്അബ് ഇബ്നു ഉമൈറിന്റെ ചരിത്രം നമ്മളോട് പറയുന്നത് എന്താ വെച്ചാൽ, മക്ക ജീവിത കാലഘട്ടത്തിന്റെ ഒരു പ്രതീകമാണ് മുസ്അബ്. മക്കയിൽ വെച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ, നിങ്ങൾ സമ്പന്നനാണെങ്കിൽ നിങ്ങൾ ദരിദ്രനായിട്ട് മാറും. നിങ്ങളുടെ ഉപ്പയുടെയും ഉമ്മയുടെയും സ്നേഹവും ലാളനയും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എങ്കിൽ ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് അതൊക്കെ നഷ്ടപ്പെടും. നിങ്ങൾ വിലയേറിയ ഉടയാടകൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വിലപിടിപ്പുള്ള അത്തറ് പുരട്ടിയിട്ടുണ്ടെങ്കിൽ ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടി നിങ്ങൾക്കതൊക്കെ നഷ്ടപ്പെടും എന്നൊരു പാഠമാണ് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു നമുക്ക് പറയാം. അതാണ് മക്ക ജീവിതം എന്ന് പറഞ്ഞത്. അതൊക്കെ നമ്മൾ ശരിക്കും വായിക്കണം. നബിയുടെയും സഹാബിമാരുടെ ഒക്കെ മക്ക ജീവിതകാലവും അവരുടെ ആ ത്യാഗമൊക്കെ. അപ്പോഴാണ് നമുക്കൊക്കെ ഒരു 2 റക്അത്തെങ്കിലും നിസ്കരിക്കണം, ഒരു പേജെങ്കിലും ഖുർആൻ ഓതണം, ഒരു 10 തസ്ബീഹെങ്കിലും അധികം ചൊല്ലണം എന്ന് തോന്നുക. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ ഇതാണ് ഒറ്റ തുണി കൊണ്ട് തന്നെ ഒരാളെ പൂർണ്ണമായിട്ട് മറമാടാൻ കഴിയുമെങ്കിൽ ആ ഒരു തുണി തന്നെ ഒരാൾക്ക് മതിയാകും എന്നതിനുള്ള തെളിവ്.